ഞാൻ ഡീമൺ സ്ലെയറിലുള്ള MC ആണ് സംസാരിക്കുന്നത്. അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അക്കാസയായിട്ട് ഫൈറ്റ് ചെയ്തു. അക്കാസ രണ്ടടിക്ക് നമ്മൾ ഉറക്കിക്കളഞ്ഞു, അതും 2 പ്രാവശ്യം. അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിൽ റിവെഞ്ച് എടുത്ത് ഓർത്ത് ഞാൻ ഫുള്ള് ട്രെയിനിങ് ഒന്നും ചെയ്യാൻ മറന്നുപോയി. എങ്ങനെ അക്കാസാരെ കൊല്ലുമെന്ന് പറയും ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക. അപ്പോൾ എനിക്കൊരു ഐഡിയ കിട്ടി. പുതിയ ബ്രീത്തിങ് സ്റ്റൈൽ എടുക്കണം. അത് തന്നെ ഈ മിസ്റ്റിക് ബ്രീത്തിങ് കൊണ്ട് ഞാൻ എൻ്റെ വീണ്ടും ചെന്നാൽ അവൻ എന്നെ കൊന്നു കളയും. ആൻഡ് എനിക്കിത് മനസ്സിലായി, ഇത് റെയർ ബ്രീത്തിങ് ആണ്. ഇതിന് കുറേ ഫോംസും ഉണ്ട്, കുറേ ഫോംസ്. അപ്പം ഇതിൽ നമുക്ക് കേസ് മാർക്ക് ആക്ടിവേറ്റ് ചെയ്യാം. അതേതൊരു ബട്ടണായിരുന്നു. ഇന്ന് നമുക്ക് കുറച്ച് ഗോൾസ് ഉണ്ട്. ഫസ്റ്റ് ഗോള് ഒരു ഡയമണ്ട് പിക്കാറ്റ്സ്, രണ്ടാമത്തെ ഗോള് കുറച്ച് കൂടുതൽ ഡീമൺസിനെ കൊല്ലണം, മൂന്നാമത്തെ ഗോള് വീടുണ്ടാക്കാനുള്ള സ്ഥലം തപ്പണം. ലെറ്റ്സ് ഗോ. അപ്പം ഞാനൊരു മോട്ടിട്ടുണ്ട്, കണ്ടല്ലോ. ഇവിടെ കൂടെ നമുക്ക് സോഡിൻ്റെ റെസിപ്പി നോക്കാൻ കഴിയും. നമ്മുടെ ഒരു ഗോളും കൂടെ ഉണ്ട്, അതാണ് സോഡിൻ്റെ റെസിപ്പി, സോഡ് ഉണ്ടാക്കൽ. 2000 years later. ഓക്കെ, ഫസ്റ്റ് ഒരു അയം ഇവിടെ വെക്കണം, 2 ഈ സംഭവം. റെസിപ്പി മറന്നു പോവല്ലേ. ഈ 2 സംഭവം ഇങ്ങനെ, ഈ സംഭവം ഇങ്ങനെ, ഒരയൺ ഇവിടെ. യെസ്, ഇപ്രാവശ്യം നമുക്ക് ഏത് ബ്രീതിങ് കിട്ടുമെന്ന് പറയാൻ കഴിയില്ല. ഓക്കെ, ഏതൊരു ബ്രീതിങ് കിട്ടുകയും ചെയ്ത്. ബ്ലാക്ക്, ദിസ് ഈസ് എടാ ചാറ്റ് എവിടെയാടാ? സൺലൈറ്റ്. എടാ തണ്ടർ, ഇവന്മാർ ഉദ്ദേശിക്കുന്നത് ഇനോക്കാമി കാമൂറ, അതാടാ. ഇത് പൊളിക്കും. നമ്മുടെ ഫസ്റ്റ് ഓഫ് ഓൾ റൈഡ് ചെയ്യാൻ കഴിയുക. ബട്ട് ഇപ്പം റൈഡല്ല അടിക്കുക കേട്ടാ, ഫൈറ്റ്. ഓ ഇത് തന്നെ, അത് തന്നെ സൺ ബ്രീതിങ്. MC ഇപ്പോൾ 0 ആയി. സെക്കൻഡ് ബ്രീതിങ് നോക്കാം. വാട്ട് അതൊരുത്. കാസ ഇനി തേഞ്ഞ്. 2000 years later. ഞാൻ എന്തായാലും രാത്രി സ്കിപ്പ് ചെയ്യാൻ പോകുന്നില്ല. എനിക്ക് കുറച്ച് ഡീമൺസായിട്ട് ഫൈറ്റ് ചെയ്ത് എൻ്റെ പ്രതികാരം തീർക്കാനുണ്ട് കുറച്ച്. മെയിനായിട്ട് നമ്മുടെ അക്കാസ. എനിക്ക് അക്കാസാനെ വേണ്ട. അവൻ എന്നെ കൈറാഷം വന്നിട്ട് എനിക്ക് ഇപ്പോഴും ദേഷ്യം വരുന്നുണ്ട്. ഒരു വട്ടം കൂടെ അവനെ കണ്ട ഇപ്രാവശ്യം ഞാൻ അവനെ തീർക്കും. വെയിറ്റ്, ഇത് സ്ഥലം വാട്ട്? സാർ, ഇതേതാ സ്ഥലം? വിടോ, പിടിക്കാവൻ. റൺ. ഇവിടെ ഫുള്ള് ഡീമണാടാ. എൻ്റെ കാര്യത്തിൽ തീരുമാനമായി. ഞാൻ ഡീമൻ്റെ കോട്ടയിൽ കയറി. എന്നെ വെറുതെ വിടറാ, ഞാൻ പൊക്കോട്ടാ. വാട്ട്? ഞാൻ ഇവിടെ സംസാരിച്ച് പോകും, പെട്ടെന്ന് അത് ഇൻഫിനിറ്റി ക്യാസിലൂടെ പടയെന്ന് പറഞ്ഞു വന്നു. നിന്നെ ഇപ്രാവശ്യം കൊന്നിട്ടാടാൻ കൂടാ ഞാൻ. ഇൻഫിനിറ്റി ക്യാസിൽ എൻട്രി എടുക്കുന്നത് പോലെ സെനിസിനെ പോലെ ഞാനും എൻട്രി എടുക്കാൻ പോവാ. ലെറ്റ്സ് ഗോ. ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ എൻ്റർ ആയതോടനെ ആ ഡീമൺ ഇവിടെ കാണണമെന്ന്. വാടാ, ഈരക്കാവി കാബുറോണ്ടർ എൻ്റെ കൂടെ. സൺ ബ്രീതിങ് ഉണ്ട്. അവൻ ഇവിടെ വിടാണ്ടുണ്ട്. ലാസ്റ്റ് ടൈം ഇവിടെ വെച്ച് തന്നെ അവൻ തീർത്ത. യെസ്, എന്തോടാ ചേച്ചി അകത്താക്കി ഡീമൺ. ആ ഡീമണെ കുഞ്ഞു ഡീമണെ കൊന്ന്
റാങ്ക് അപ്ഗ്രേഡ് ചെയ്യണം. ഇപ്പം ഞാൻ ആരുടെ പവർ കേട്ട് കൈസ്, ആരുടെ പവർ കേട്ട് ആരാന്നറിയില്ല. ഓ ഇവനാണിത്, ഇവൻ എനിക്കറിയാം. ഇപ്പം ആരെയിരിക്കും അറിയാം. മോനെ നമ്മളറിയാവോ ആകാശ, എങ്ങനെയുണ്ട് വിശേഷം? നല്ലതല്ലേ? എന്തായാലും ഇപ്പം നീ മരിക്കാൻ പോവാ, അതുകൊണ്ട് നല്ല വിശേഷമാണെന്നൊക്കെ തോന്നുന്നു. ബൈ. ഇവിടെ അക്കാസ, വീണ്ടും അക്കാസ. ഇതിനായിരുന്നു ഞാൻ വെയിറ്റ് ചെയ്ത. അക്കാസ, അക്കാസ വാടാ. അക്കാസ എവിടെ? ഇവന്മാർ തീർത്ത അക്കാസാന. പോടാ അക്കാസ, വേർ യു ആർ അക്കാസ. അക്കാസ പേടിത്തൊണ്ടായി. നെക്സ്റ്റ് വില്ലേജ്. വാട്ട്? ഇല്ല, തീർന്നില്ല. ഇപ്പം ഏതോ വന്ന് പുതിയ ഡീമൺ. എടാ അവൻ എന്നെ അടിക്കുന്നടാ. എനിക്ക് അവനെ കാണാൻ പോലും കഴിയുന്നില്ല. അവൻ്റെ സ്പീഡ് എനിക്ക് കാണാൻ പോലും കഴിയുന്നില്ല. അവൻ എന്നെക്കാൾ സ്പീഡുണ്ട്. ഞാൻ വിചാരിച്ച പോലെ തന്നെ അവൻ എന്നെക്കാട്ടി സ്പീഡുണ്ട്. അവൻ എനിക്ക് കാണാൻ പോലും കഴിയുന്നില്ല. കണ്ട് ഇവനെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന. ഇവൻ ആരാ? ഇവൻ ഏതാ? ഞാൻ ആകാശാടാ, അനിയൻ. ഓക്കെ, ഞാൻ എൻ്റെ ബ്രീതിങ് ഉപയോഗിച്ച് കുറേ ദൂരം വന്നിട്ടുണ്ട്. അവൻ എൻ്റെ സ്പീഡ് പിടിക്കാൻ നീ താമസിക്കും. കാര്യം ഞാൻ എൻ്റെ ബ്രീതിങ് ഉപയോഗിച്ച്. ഓക്കെ, കയറി പാടാ മോനെ. ഓ പ്രതീക്ഷിച്ച പോലെ തന്നെ നീ സീനാടാ. ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടടിക്കടാ. ചത്താ എടാ, എവിടെയാടാ ഇവൻ? പ്ലെയിൻ ഏരിയ വാടാ. ഉണ്ട് അവൻ ചത്തിട്ടില്ല. ഓക്കെ, എവിടെടാ? വേർ നോ, സൂര്യൻ ചതിച്ചു. വൈ സാറേ ഞാൻ നിങ്ങളുടെ ടീമിലുള്ള ആളാ സാറേ. എന്തു ചെയ്യണമെന്ന് പറ, ഞാൻ നിങ്ങളവരെ തോപ്പിക്കും. നീ കഴിക്കുന്ന സൂടണ്ട അറിയാവാ കണ്ടാ ഇനൊക്കെ 2000 years later. കുറച്ചു മുമ്പ് നീ എന്തോ പറഞ്ഞതല്ലോ പൊട്ടണെന്നാ. എനക്ക് ഒരോട്ടം തോറ്റ പോരെ, ഒന്നല്ലല്ലോ. ഇതിനു മുമ്പ് നിന്നെ ഞാൻ 3 പ്രാവശ്യം കൊന്നില്ലേ? ഇതും കൂടെ ചേർത്ത് 4. അയ്യോ ഓനോ അക്കാസ. ലെറ്റ്സ് ഗോ. ക്രിസ്മസ് ഗിഫ്റ്റ്. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ക്രിസ്മസ് ഗിഫ്റ്റ്. ഇവിടെ ഇതാര്? ആരാടാ നീ? എനിക്കറിയില്ല നീ ആരാന്ന്. ബട്ട് നീ നല്ല പവർഫുള്ളാ. ഓനോ ഓട്. എടാ അവന് ഡീമൺസ് ആർട്ട് അറിയാം. നോ ഡയമണ്ട്. എടാ ഇവിടെ ഇവന്മാരുണ്ടാ? പട്ടി. ഇങ്ങനാണെങ്കിൽ എനിക്കൊരുപാട് കഷ്ടപ്പെടേണ്ടി വരും. ഓറും കിട്ടത്തില്ല. ഓറ് കിട്ടിയാൽ നമുക്ക് ഒരു സോഡും കൂടെ ഇഷ്ടമുണ്ടാകാം. ഓക്കെ, ഞാനങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് ഓറ്. 2000 years later. ഒരു ഡയമണ്ട് പിക്ക സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പ്രാവശ്യം നെതറിൽ പോയിട്ട് അവിടെ എന്തൊരു പരിപാടിയാണ് എൻ്റെ പ്ലാൻ. ഡയമണ്ട് പിക്കാസ്. ഇനി ഡയമണ്ട് വേണം.
പോടാ. ഇവിടെ അപ്പറാങ്ങൊന്നും സ്പോൺ ആവൂല. സൂക്ഷിക്കണം, താഴെ ഫുള്ള് ലാവയാണ്. ഇവിടെ ടൈമിൻ്റെ സാധ്യത ഉണ്ട് കേട്ടോ. ഇവിടെ ടീമസ് കറങ്ങുക. അയ്യോ, ആ ഡയമണ്ട് എടുക്കാൻ ആ ഡയമണ്ട് ഒന്നും ഇല്ലല്ലേ. എൻ്റെ കൈ വല്ല ബ്ലോക്ക് ആയി. ഇവിടെ ഫുള്ള് ഫുഡ് ഞാൻ തന്നെ വെച്ച്. സ്കില്ല് 99% സ്കിൽ. പ്രോ സ്കിൽ പറ്റുവാടാ ഇതായിരിക്കും തിന്നേട്ടാ അല്ലേ. അത് ഞാൻ ഈ പ്ലേസ് ഓപ്ഷൻ വേണ്ട കേട്ടാ. അത് വേറെയുള്ള ബട്ടൺ അയക്കുക പോലെ ഉമ്മാർക്ക്. തിന്നുന്ന ബട്ടൺ ഒരേ ഇത്, പ്ലേസ് ബട്ടൺ ഒരേ ഇത്. അല്ലെങ്കിൽ PR നിൽക്കുമ്പോൾ തിന്നണം. അടിക്കുമല്ലേ വേണ്ട. ഓക്കെ, ഡയമണ്ട്. ഫസ്റ്റ് ഡയമണ്ട്, സെക്കൻഡ് ഡയമണ്ട്. മൂന്നാമത്തെ ഡയമണ്ട് കിട്ടിയില്ല. ഇനി മൂന്നാമത്തെ ഡയമണ്ട് അപ്പോൾ ഇവിടെ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. കാരണം ഇനി ഞാൻ കളിച്ച് ഉറപ്പായി ഈ ഗെയിമിൻ്റെ അഡിക്റ്റ് ആയി പോകും. ബൈ. ഇനി അടുത്ത വീഡിയോ നമുക്ക് ബാക്കി ചെയ്യാം.